അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ അതേ ഗ്രന്ഥത്തിൽ അൽ ബദായി വ ത്വറായിഫ് എന്നുള്ള ഗ്രന്ഥത്തിൽ ഇബ്നു ഫാരിദ് എന്ന ഒരു സൂഫി കവിയെക്കുറിച്ച് എഴുതുന്ന ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇബ്നു ഫാരിദ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഇബ്നു ഫാരിദ് ഒരു സൂഫിയായ റബ്ബുമായി അടുത്ത ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാഹിച്ചു വലഞ്ഞ ആത്മാവ് അത് ആത്മാക്കളുടെ കള്ളിൽ നിന്ന് കുടിക്കുമായിരുന്നു. എന്നിട്ട് അത് മത്താവുകയും പിന്നീട് ആകാശലോകങ്ങളിൽ അത് ചുറ്റിത്തിരിയുകയും ചെയ്യും. എന്നിട്ട് ഭൗതിക അഥവാ മഹ്സൂസാത്തിൻ്റെ ലോകത്തിൽ, അഥവാ ഈ ലോകമല്ല ഇതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു ലോകത്തിൽ അത് ചിറകട്ടടിക്കുകയും ചെയ്യും. ഏതൊരു ലോകമാണ്? അവിടെ കവികളുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ആഷിഖീങ്ങളുടെ ചായ്വും അതുപോലെ തന്നെ സൂഫികളുടെ ആഗ്രഹങ്ങളുമെല്ലാം ചുറ്റിക്കറങ്ങുന്ന ആ ലോകത്ത് അദ്ദേഹം ചുറ്റിക്കറങ്ങും, ചിറകട്ടടിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം വരുമ്പോൾ അദ്ദേഹം ആലമുൽ മർഇയ്യാത്ത് അഥവാ ഈ ലോകത്തേക്ക് തിരിച്ചു വരികയും എന്നിട്ട് അദ്ദേഹം കണ്ടതും അദ്ദേഹം കേട്ടതുമെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഭംഗിയുള്ള സ്വാധീനം ചെലുത്തുന്ന ഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കും. അദ്ദേഹത്തിൻ്റെ ആ രേഖപ്പെടുത്തലുകളെല്ലാം അത് ചില സമയങ്ങളിലെല്ലാം പദങ്ങളുടെ കെട്ടിക്കൊടുക്കുകൾ അഥവാ ബദിയ എന്നറിയപ്പെടുന്ന പദങ്ങളുടെ കെട്ടിക്കൊടുക്കുകളിലായിരിക്കാമുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അഥവാ ജിബ്രാൻ്റെ അഭിപ്രായത്തിൽ അതത്ര ബദിയൊന്നുമായിരുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, വലാക്കിൻ ഇദാ വദഅന സിനാഅത്തൽ ഫാരിദ് ജാനിബ, ആ ഇബ്നു ഫാരിദ് എന്നവരുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ തനിച്ച ആ ഫന്നിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ ഫന്നിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ നഫ്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചിന്തകളുടെ കെട്ടിടങ്ങളിലുള്ള ഒരു പുരോഹിതനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശാലമായ ഭാവനകളുടെ രാജ്യത്തിൽ നേതാവായിട്ട്, അമീറായിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വലിയ വലിയ സൂഫികളുടെ സൈന്യത്തിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സൈന്യമാണെങ്കിലോ ആ സൈന്യം വളരെ ശാന്തമായിട്ട് പതിയെ ദൃഢനിശ്ചയത്തോടു കൂടെ യാഥാർത്ഥ്യത്തിൻ്റെ പട്ടണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലുള്ള ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ നിസ്സാരമായ തവാഫ് കാണു കഴിഞ്ഞാൽ അതിൽ മൂല്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അത് അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് നിത്യമായിട്ടും ജീവിതത്തിൻ്റെ ഗാംഭീര്യത്തിലേക്കും അതിൻ്റെ മാഹാത്മ്യത്തിലേക്കും തുറച്ചു നോക്കിക്കൊണ്ട് ആ സൈന്യം മുന്നോട്ട് അഥവാ മദീന ആ യാഥാർത്ഥ്യത്തിൻ്റെ പട്ടണത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫിൽ ഇബ്നു ഫാരിദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചെറിയൊരു രീതിയിൽ പരാമർശിക്കുകയാണ്. വഖദ് ആശ ഇബ്നു ഫാരിദ് ഫീ സമനിൻ ഖാലി മിന തൗരീദിൽ അഖ്ലി, ഇബ്നു ഫാരിദ് ജീവിച്ച കാലഘട്ടമാവട്ടെ അത് ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിൽ നിന്നെല്ലാം ഒഴിവായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പുതുതായിട്ടൊന്നും കണ്ടെത്താതെ പഴയതായിട്ടുള്ള ട്രഡീഷനുകളിൽ മാത്രം പിന്തുടർന്നു പോയിരുന്ന ഒരു സമൂഹത്തിനിടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സമൂഹമാവട്ടെ ഇസ്ലാം ബാക്കി വെച്ചിട്ടുള്ള സാഹിത്യപരമായ ഫിലോസഫിക്കലായിട്ടുള്ള മഹാത്മ്യങ്ങളെ അതിനെ വെളിവാക്കാനും അതിനെ വിശദീകരണം തേടാനും ആ ഒരു കാര്യത്തിൽ വ്യാപൃതരായിട്ടുള്ള ഒരു സമൂഹത്തിനിടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ദൈവികമായ ഒരു നിപുണത അത് ആ ഷായറുൻ ഹൈമവി അഥവാ ഇബ്നു ഫാരിദിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും എല്ലാം മാറി നിന്നു. എന്നിട്ട് സ്വയം അദ്ദേഹം എല്ലാത്തിൽ നിന്നും മാറുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെളിവാവുന്ന കാര്യങ്ങൾ, അദ്ദേഹം കാണുന്ന കാര്യങ്ങളെ എന്നെന്നും നിലനിൽക്കുന്ന, അതുപോലെ തന്നെ ജീവിതത്തെ നമ്മൾ കാണാത്ത മറ്റൊരു ജീവിതവുമായി ബന്ധപ്പെടുത്തി അഥവാ സൂഫിയയുടെ ആത്മീയമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന കവിതകളായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെളിവാകുന്ന കാര്യങ്ങളെ അദ്ദേഹം ക്രോഡീകരിക്കുകയും ചെയ്തു. അവസാനത്തെ പാരഗ്രാഫിൽ എങ്ങനെയായിരുന്നു ഇബ്നു ഫാരിദിൻ്റെ രചനാരീതി, ആ രീതിയിൽ അതിനെക്കുറിച്ചൊക്കെയാണ് ഖലീൽ ജിബ്രാൻ വിവരിക്കുന്നത്. വലമതനാവൽ ഇബ്നു ഫാരിദ് മവാദിഅഹി മിൻ മജ്റാത്തി യൗമിഹി, മുത്തനബി ചെയ്ത പോലെ ഇബ്നു ഫാരിദ് തൻ്റെ ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ, എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊന്നും എഴുതുമായിരുന്നില്ല. അതുപോലെ തന്നെ മാരി ചെയ്തതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കടങ്കഥകളോ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളോ അദ്ദേഹത്തെ ജോലിയാക്കിയിരുന്നില്ല. അതൊന്നല്ല അദ്ദേഹം എഴുതിയിരുന്നത്. മറിച്ച് അദ്ദേഹം തൻ്റെ കണ്ണുകളെ ഈ ദുന്യാവിനെ തൊട്ട് അടച്ചു വെച്ചു. എന്നിട്ട് ദുന്യാവിന് അപ്പുറത്തുള്ളതിനെ അദ്ദേഹം കാണാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഒച്ചപ്പാടുകളിൽ നിന്ന് അദ്ദേഹം തൻ്റെ ചെവിയെ അടച്ചു വെക്കുകയും അനന്തതയുടെ പാട്ടുകളെ അദ്ദേഹം കേൾക്കുകയും ചെയ്തു. അതായിരുന്നു ഇബ്നു ഫാരിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം പോലെ, കിരണങ്ങളെ പോലെ ഒരു ശുദ്ധാത്മാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തീയെപ്പോലെ കത്തുന്ന ഹൃദയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തയാണെങ്കിലോ അത് മലകൾക്കിടയിലുള്ള തടാകം പോലെ വളരെ
തെളിഞ്ഞ ശുദ്ധമായ ചിന്തയായിരുന്നു. അദ്ദേഹം ജാഹിലിയ കാലത്തുള്ളവരെ പോലെ അസ്മുള്ള ആളൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ അതേ അബ്ബാസി കാലഘട്ടത്തിലുള്ള ആളുകളാണ് മുവല്ലിദീങ്ങളെക്കാൾ അദ്ദേഹം സാഹിത്യത്തിൽ കുറവായ ആളുമായിരുന്നു. അദ്ദേഹം അങ്ങനെയുള്ള വലിയ ആളൊന്നും ആയിരുന്നില്ലെങ്കിലും ജാഹിലിയത്തിലുള്ള ആളുകളെ പോലെയുള്ള ദൃഢനിഷ്ഠയും ഇല്ലായിരുന്നെങ്കിലും മുവല്ലിദീങ്ങൾ അത്ര സാഹിത്യം ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം ആദ്യകാലക്കാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ കവിതകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് എത്താൻ കഴിയാത്ത ഒരു കാര്യവും അദ്ദേഹം തൻ്റെ കവിതകൾ കൊണ്ടുവന്നിരുന്നു എന്നാണ് ഈ പാഠഭാഗത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഒന്നാമതായിട്ടുള്ളത് അയ്യു നൗഇൻ ഷായിരി ഖാൻ ഇബ്നു ഫാരിദ്. ഇബ്നു ഫാരിദ് ഏത് രീതിയിലുള്ള ഒരു ഷായറായിരുന്നു? നാം പറഞ്ഞു അദ്ദേഹം ഒരു റബ്ബാനിയായിട്ടുള്ള ഒരു ഷായറായിരുന്നു. രണ്ടാമതായി കൈഫ വസഫൽ കാത്തിബു ഷായരിയത്ത ഇബ്നു ഫാരിദ്. ഇബ്നു ഫാരിദിൻ്റെ ആ ഒരു കാവ്യാത്മകത എങ്ങനെയാണ് ജിബ്രാൻ വിവരിക്കുന്നത്? അദ്ദേഹം എന്താണ് ആലമുൽ മഹ്സൂസാത്തിലായിരുന്നു. അതുപോലെ തന്നെ ആത്മാവിൻ്റെ കള്ളിൽ നിന്ന് അദ്ദേഹം കുടിക്കുകയും അദ്ദേഹം അതിൽ മത്തായിക്കൊണ്ട് ചുറ്റിക്കറങ്ങുകയും ചെയ്യും. എന്നിട്ട് ആലമുൽ മഹ്സൂസാത്തിൽ അദ്ദേഹം നിൽക്കുകയും അവിടെ നിന്ന് കാണുന്ന കാര്യങ്ങൾ അദ്ദേഹം ആലമുൽ മർഇയാത്തിൽ വന്ന് എഴുതുകയും ചെയ്യും. ആ രീതിയിലാണ് പറയുന്നത്. മൂന്നാമതായിട്ട് മാതാക്കാനി ആമൽ ഇബ്നു ഫാരിദ് ഇന്ദ ഔദതിയിൽ ആലമുൽ മർഇയാത്തിൽ വന്നു കഴിഞ്ഞാൽ ഇബ്നു ഫാരിദ് എന്താണ് ചെയ്യുമായിരുന്നത്? അദ്ദേഹം ആലമുൽ മഹ്സൂസാത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാധീനമുള്ള ഭംഗിയുള്ള ഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയും എന്നിട്ട് ചില അധിക സമയങ്ങളിലും അത് ബദിഈയായ രീതിയിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഹൽ കാത്തിബി യഅ്തരിഫു ബിവുജൂദിൽ ബദീ ഫി അശ്ആരി ഇബ്നു ഫാരിദ്. ഇബ്നു ഫാരിദിൻ്റെ കവിതകളിൽ ബദീ ഉണ്ട് എന്ന് ഷായർ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജിബ്രാൻ്റെ അഭിപ്രായത്തിൽ അതെന്ത് ചെയ്യുന്നില്ല, അത് ബദീ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതിൽ ബദിയുണ്ട്, പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതെന്തല്ല ബദിയല്ല എന്നുള്ള രീതിയിലാണ് ജിബ്രാൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അഞ്ചാമതായിട്ടുള്ളത് ഇന്ദമ വദഅൽ കാത്തിബു സിനാഅത്ത് ഇബ്നു ഫാരിദ് ജാനിബൻ കൈഫ വജദഹു. ഈ ഇബ്നു ഫാരിദിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയെ മാറ്റി വെച്ചുകൊണ്ട് ഇബ്നു ഫാരിദിനെ എങ്ങനെയാണ് ജിബ്രാൻ എത്തിച്ചിട്ടുള്ളത്? അഥവാ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നഫ്സിൻ്റെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ആത്മീയ ലോകത്തുള്ള ഒരു പുരോഹിതനെ പോലെയാണ്. അതുപോലെ തന്നെ ഭാവനകളുടെ ലോകത്തുള്ള അമീറാണ്. അതുപോലെ തന്നെ സൂഫികളുടെ ആ സൈന്യത്തിൻ്റെ നേതാവാണ്. ആ സൈന്യമാണെങ്കിലോ ഹക്കിൻ്റെ പട്ടണത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൻ്റെ എല്ലാ നിസ്സാരമായിട്ടുള്ള വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അതിജയിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യത്തിനെയും ഗാംഭീര്യത്തിനെയും നോക്കിക്കൊണ്ട് പോകുന്ന ഒരു സൈന്യത്തിൻ്റെ നേതാവാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ആറാമതായിട്ട് ഫി അയ്യ സമൻ ആഷി ഇബ്നു ഫാരിദ്. ഇബ്നു ഫാരിദ് ഏത് കാലഘട്ടത്തായിരുന്നു ജീവിച്ചിരുന്നത്? ഇബ്നു ഫാരിദ് ജീവിച്ചിരുന്നത് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാതെ അഥവാ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാതെ പഴയതുള്ള പാരമ്പര്യങ്ങളെല്ലാം തുടർന്ന് പോന്നിരുന്ന ഒരു കാലഘട്ടത്തായിരുന്നു ഇബ്നു ഫാരിദ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ എട്ടാമതായിട്ട് മാദാ ഫഅല ഷായിറുൽ ഹൈമവിയും. ആ ഷായിറുൽ ഹൈമവി അഥവാ എന്താണ് ഇബ്നു ഫാരിദ് എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിൽ നിന്നും അതേപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം മാറിയിരുന്ന് സ്വയത്തിലേക്ക് നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കാണുന്ന ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അദ്ദേഹം കാണുന്ന കാര്യങ്ങളെ അദ്ദേഹം എന്നും നിൽക്കുന്നതായിട്ടുള്ള അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നിന്ന് കാണപ്പെടാൻ കഴിയാത്ത നമുക്കൊന്നും കാണാൻ കഴിയാത്ത മറ്റു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കവിതകൾ എഴുതുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒമ്പതാമത് അലിത്തഹദ് ഇബ്നു ഫാരിദ് മവാദി അശ്അരി മിൻ ഹയാത്തിൽ യൗമിയ്യ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എഴുതുമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുത്തനബിയെ പോലെ അദ്ദേഹം ഡെയിലി ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം എഴുതുമായിരുന്നില്ല. അതുപോലെ തന്നെ അവസാനമായിട്ട് ഹലിംകിന് മുഖാരണത്ത് ഷായരിയത്തെ ഇബ്നു ഫാരിദ് ഷായരിയത്തിൽ മാരിയുടെ ഷായറിയത്തിനോട് കാവ്യങ്ങളോട് ഇബ്നു ഫാരിദിൻ്റെ കാവ്യങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്നുണ്ട് മാരി ചെയ്തതുപോലെ ജീവിതത്തിൻ്റെ കടങ്കഥകളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അസ്രാറുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ ഒന്നും കുറിച്ചായിരുന്നില്ല ഇബ്നു ഫാരിദ് എഴുതിയിരുന്നത്. മറിച്ച് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും ഈ ആത്മീയമായിട്ടുള്ള അതിനപ്പുറമുള്ള മറ്റു കാര്യങ്ങളുമായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. അതിൽ ലഫ്ദുകൾ കൊടുത്തിട്ടുണ്ട്. ലൊംആൻ ദാഹിക്കുന്നവൻ, യഹീമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, യതൂഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുക ചുറ്റുക എന്നുള്ള അർത്ഥം തന്നെയാണ്. മയ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായിക, വളരെയധികം ചായിക. യുദവ്വിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോഡീകരിക്കുക. ജാനിബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം. അതേപോലെ തന്നെ യതകല്ലബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജയിക്കുക. യുഹദ്ദിഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുറിച്ചുകൊണ്ട് ഒരു കാര്യത്തെ നോക്കുന്നതിനാണ് പറയാം. മുൻസരിഫൻ ഇല്ല, ഒരു കാര്യത്തിലേക്ക് നീങ്ങുക. അതുപോലെ തന്നെ ഇഖ്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ട് ഒരു കാര്യത്തിൽ സ്വയം എന്ത് ചെയ്യുക, ഏകാന്തതയിൽ ഇരിക്കുന്നതിനാണ് ഇഖ്തല എന്ന് പറയുക. അതുപോലെ തന്നെ താഴെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജുംലയിൽ ഉപയോഗിക്കാനാണ്, ഇബാറത്തുകൾ ജുംലയിൽ ഉപയോഗിക്കാനാണ്. തുസ്കിറു സുമ്മത്ത് ഹീമു സാബിയത്തൻ, അദ്ദേഹം മത്താവുകയും ആ കള്ളു കുടിച്ചാണ് മത്താവുകയും അതുപോലെ തന്നെ സുമ്മത്ത് ഹീമു സാബിയത്തൻ നീന്തുന്നതായിട്ട് പിന്നെ എന്ത് ചെയ്യും, ചുറ്റിക്കറങ്ങുകയും ചെയ്യും. യുഫാജിയുഹ സ്വാഹു, അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യും, ബോധം പെട്ടെന്ന് വരും. യുഫാജിയ പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നതിനാണ്, അസ്വഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം. ഇതാ നാം വെച്ച് കഴിഞ്ഞാൽ ജാനിബൻ
ഒരു കാര്യത്തെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലിയെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് പാഠത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. വജദനാഹു, നാം അദ്ദേഹത്തെ എത്തിക്കും. സ്വഗായിറൽ ഹയാത്തി, ജീവിതത്തിൻ്റെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ. വതവാഫിഹ, അതുപോലെ തന്നെ ജീവിതത്തിൽ വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ. ബൈന ഖൗമിൻ മുൻസരിഫീന ഇല്ല, ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള ഒരു ജനത. മാ തറക്കവുൽ ഇസ്ലാമുമിൻ, ഇസ്ലാം ഉപേക്ഷിച്ച ഒരു കാര്യം. അതുപോലെ തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചിട്ടുള്ളൊരു കാര്യം. വലം യഥനാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ്. മീ മജറാത്തി യോമിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. യോമിദു ഐനഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ അദ്ദേഹം അടച്ചു വെക്കും. ചില കാര്യങ്ങൾ തൊട്ടെന്താണ് കണ്ണുകൾ അടച്ചു വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.